വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ അധ്യക്ഷ. ചികിത്സയിൽ കഴിയുന്ന വനിതാ ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി സതീദേവി. റൂറൽ എസ്പിയോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ. വൈപ്പിൻ ചാത്തങ്ങാട് ബീച്ചിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിലാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സംഭവത്തിൽ റൂറൽ എസ്പിയോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ആവശ്യപ്പെട്ടു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധ്യക്ഷ പറഞ്ഞു. യുവതി ചികിത്സയിൽ കഴിയുന്ന എറണാകുളം ലിസി ആശുപത്രിയിലെത്തി സഹോദരിയോടും ചികിത്സിക്കുന്ന ഡോക്ടർ രാജീവിനോടും വിശദാംശങ്ങൾ ചോദിച്ച് അറിഞ്ഞ ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. അവർ ഇൻറ്റേർണലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്, അതുപോലെ തന്നെ വാരിയലിന് പൊട്ടലുണ്ട്, നട്ടെല്ലിന് പരിക്ക് പറ്റിയിരിക്കുന്നു. അവരെ ഏതായാലും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൊട്ടേഷൻ ആക്രമണമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സ്ത്രീകൾക്കെതിരെ ഇത്തരം അതിക്രമം ആവർത്തിക്കാതിരിക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ അക്രമത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ രംഗത്ത് വരാതെ മറ്റ് ചില ഗുണ്ടാസംഘങ്ങളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള അക്രമമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദിച്ചുകൊണ്ട് അതിന് തടയിടുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ഒരു നിലപാടിലേക്ക് പോകണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഈ കേസിൽ ഏറ്റവും എളുപ്പത്തിൽ ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, VR മഹിളാമണി, അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, ജില്ലാ പഞ്ചായത്ത് അംഗം MB ഷൈനി തുടങ്ങിയവരും അധ്യക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അമ്മായിയുടെ മോള് രണ്ടാമത് വിവാഹം കഴിച്ചേക്കണേന്ന് സജീഷ് എന്ന് പറയണത്. അവന്ന് വെച്ചാൽ വൈരാഗ്യമുണ്ട്. അവളുടെ ആദ്യത്തെ കുടിയിലെ 2 പിള്ളേരുണ്ട്. അയത്തിങ്ങളെയൊക്കെ പിടിച്ച് തല്ലും. രാത്രി ആകുമ്പോൾ ഇതുപോലെ തന്നെ വാതിലടച്ച് പുറത്ത് നിർത്തും. അപ്പോൾ ഈ അനിയത്തി വഴക്ക് പറയും. അനിയത്തിയോട് പറയും. പിന്നെ അവളെയും തല്ലുമ്പോൾ ഞങ്ങൾ തന്നെ ഓടിച്ചെല്ലും. വണ്ടി ഇടുന്ന പ്രശ്നം പറഞ്ഞിട്ട് അനിയത്തിനെയും എൻ്റെ അമ്മനെയും തല്ലാൻ വന്നിട്ടുണ്ട്. അവൻ ചെയ്യിപ്പിച്ചതാണ് കൊട്ടേഷൻ കൊടുത്ത്. എന്നുവെച്ചാൽ ഓട്ടം വിളിച്ചിട്ട് പോയിട്ട് ഇതുപോലെ ഉപദ്രവിക്കണമെങ്കിൽ 15 വർഷത്തോളമായി അവൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഒരുപാട് പേരെ ഇപ്പോൾ അസുഖം എന്ന് പറഞ്ഞാൽ അവൾ സമയമൊന്നും നോക്കാറില്ല, പോകും. ആരെങ്കിലും ഒന്നില്ലെങ്കിൽ ഇളയച്ചൻ്റെ മോനെ കൂട്ടു വിളിച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാറുണ്ട്. ഇതിങ്ങനെ ഭയങ്കര മനഃപൂർവ്വം സമയം വൈകിച്ചതാണ് അവർ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നമ്മുടെ ചുള്ളിക്കൽ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ വലിയ പെരുന്നാൾ സ്പെഷ്യൽ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് വലിയ പെരുന്നാൾ പ്രമാണിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അവശ്യ വസ്തുക്കൾക്കും കിടിലൻ ഓഫറുകളും വമ്പിച്ച ഡിസ്കൗണ്ടുമാണ് സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും ഈ പുണ്യനാളുകൾ സോൾട്ടിനൊപ്പം ആഘോഷമാക്കാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫാഷൻ സ്റ്റോർ, ചുള്ളിക്കൽ.